മോശ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുക. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. മുമ്പിൽ ചെങ്കടലാണ്, പിന്നിൽ ഫറവോന്റെ സൈന്യമാണ്, രണ്ടു വശങ്ങളിലും പർവ്വതനിര. മോശ വിശ്വാസത്തോടെ പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണത്തില്ല. വിശ്വാസത്തോടെ പറഞ്ഞു, ദൈവം ചെയ്യാൻ പോകുന്ന രക്ഷ നിങ്ങൾ കണ്ടു. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണത്തില്ല. 430 വർഷത്തെ പോരാട്ടത്തിന്റെ മുമ്പിലാ മോശ നിൽക്കുന്നത്. അത്രയും നിന്നിട്ട് മോശ ഇതെങ്ങനെ നടക്കും? ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്ങനെ നടക്കുമെന്നാണ് പറയുന്നത്. ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നിലുണ്ടാകാം. പക്ഷെ ആ ചോദ്യങ്ങളെല്ലാം മാറ്റിവെക്കണം. മോശ അവിടെ നിന്ന് ഒറ്റ കാര്യം പറഞ്ഞു. ഒറ്റ കാര്യം ദൈവത്തോട് വാവ് കൊണ്ടല്ല പറഞ്ഞത്, ഹൃദയം കൊണ്ടാണ് പറഞ്ഞേ. എന്താ പറഞ്ഞെന്നറിയാം? കർത്താവേ, ഇതെങ്ങനെ നടക്കും? ഒരൊറ്റ നിലവിളിയാ. ഹൃദയം കൊണ്ട് നിലവിളിച്ചു. ദൈവം ചോദിച്ചു, നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം ഇന്ന് പകൽ ദൈവസന്നിധിയിൽ പകർന്നോണം. അധരം തുറന്നില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം പകർന്നോണം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ചിലത് ചെയ്യാൻ പോവുക. അത് നിങ്ങൾ തന്നെയാണ് അതിൽ ജയമെടുക്കാൻ പോകുന്നത്. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നിന്റെ കയ്യിൽ എന്നാ ഇരിക്കുന്നേ? വടി. ചെങ്കടലിന് നേരെ നീട്ടാൻ പറഞ്ഞു. വിറച്ചുകൊണ്ടാണ് ആ കരം. പക്ഷെ യെശയ്യാവ് 63:12 വായിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം വലങ്കൈക്കൽ ചെല്ലുമറങ്ങി. നോക്കണമേ, മോശ കൈ നീട്ടിയിരിക്കുക. സ്വർഗത്തിൽ ദൈവത്തിന്റെ കരം നീണ്ടു വന്നിട്ട് മോശയുടെ കരത്തിന്റെ മേൽ, മോശയുടെ കരത്തിന്റെ മേൽ. അത് മോശയുടെ കരമല്ല, അത് മോശയുടെ കരമല്ല, അത് ദൈവത്തിന്റെ കരമാ. അത് ദൈവത്തിന്റെ കരമാ. അത് ദൈവത്തിന്റെ കരമാ. അങ്ങനെയാണെങ്കിൽ മോശയുടെ വലങ്കരം ബലഹീനമാണ്. പക്ഷെ ആ വലങ്കരത്തിന്റെ മേൽ സർവശക്തന്റെ കരം വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ വലങ്കരത്തിന്മേൽ സർവശക്തന്റെ കരം വരാൻ പോവുക. നിങ്ങളുടെ ശരീരത്തിലൊരു രോഗമുണ്ടെങ്കിൽ ആ കരം നിങ്ങളുടെ ശരീരത്തിൽ വെക്കണം. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കരം ഉയർത്തി ദൈവത്തോട് പറയണം. ആ കരത്തിന്മേൽ ദൈവത്തിന്റെ കരം വയ്ക്കാൻ പോവുക. ദൈവത്തിന്റെ ഒരു അത്ഭുതം നടക്കാൻ പോവുക. ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി നടക്കാൻ പോവുക. വിശ്വാസത്തോടെ യെസ്, അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ആ കരം വെച്ച് ജയമെടുക്ക്.